ഇന്ത്യയിലെ 10 നഗരങ്ങളിലായി പ്രതിവർഷം 33,000 മരണങ്ങൾ വായുമലിനീകരണത്തിന്റെ പാർശ്വഫലങ്ങളായി സംഭവിക്കുന്നുണ്ടെന്ന് പഠന റിപ്പോർട്ട്. ദില്ലിയിലാണ് വായുമലിനീകരണത്തെ തുടർന്നുള്ള മരണങ്ങൾ ഏറ്റവും കൂടുതൽ. 2008 മുതൽ 2019 വരെയുള്ള മരണനിരക്കും വിശകലനം ചെയ്തുള്ള പഠനവും ലാൻസെറ്റ് പ്ലാനറ്ററി ഹെൽത്താണ് പ്രസിദ്ധീകരിച്ചത്. ലാൻസെറ്റ് പ്ലാനറ്ററി ഹെൽത്ത് പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് വായുമലിനീകരണത്തിന്റെ പാർശ്വഫലങ്ങളാൽ ഇന്ത്യയിലെ 10 നഗരങ്ങളിലായി പ്രതിവർഷം 33,000 മരണങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന വിവരം പുറത്തുവന്നത്. ദില്ലി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, അഹമ്മദാബാദ്, ഷിംല, വാരണാസി, പൂനെ എന്നീ നഗരങ്ങളിലെ വായുമലിനീകരണ തോതും 2008 മുതൽ 2019 വരെയുള്ള മരണനിരക്കുമാണ് റിപ്പോർട്ടിലുള്ളത്. പഠനവിധേയമാക്കിയ 10 നഗരങ്ങളിൽ 2008-2019 കാലയളവിൽ സംഭവിച്ച മരണങ്ങളിൽ 7.2% മോശം വായു ശ്വസിച്ചതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്ന് പഠനം വ്യക്തമാക്കുന്നു. വായുമലിനീകരണത്തെ തുടർന്നുള്ള മരണങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ദില്ലിയിലാണ്, 11.5%. ദില്ലിയിൽ പ്രതിവർഷം 12,000 പേരാണ് മോശം വായുവിന്റെ പാർശ്വഫലങ്ങളാൽ മരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നതിലും വളരെ ഉയർന്ന അളവിലുള്ള മലിനീകരണമാണ് ഇന്ത്യയിലെ നഗരങ്ങളിൽ സ്ഥിതി രൂക്ഷമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി പ്രതിനിധീകരിക്കുന്ന വാരണാസിയാണ് വായു മലിനീകരണത്തെ തുടർന്നുള്ള മരണങ്ങളിൽ രണ്ടാമത്. വാരണാസിയിലെ ആകെ മരണങ്ങളിൽ 10.2% വായു മലിനീകരണത്തെ തുടർന്നാണ്. പ്രതിവർഷം 830 പേർ മോശം വായു ശ്വസിച്ച് വാരണാസിയിൽ മരിക്കുന്നുണ്ട്. മുംബൈയിൽ പ്രതിവർഷം 5,100 പേരും, കൊൽക്കത്തയിൽ 4,700 പേരും, ചെന്നൈയിൽ 2,900 പേരും വായുമലിനീകരണ കാരണങ്ങളാൽ മരിക്കുന്നു. പഠനവിധേയമാക്കിയ നഗരങ്ങളിൽ മലിനീകരണം ഏറ്റവും കുറവ് ഷിംലയിലാണ്. കൈരളി ന്യൂസ്, ദില്ലി.